ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ എല്ലാ പേരും സുഖമായിട്ടിരിക്കുകയാണല്ലോ. ഞാൻ ഇന്നപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നത്. മറ്റൊന്നുമല്ല, ഇത് പാൽക്കാരയാണ്. എല്ലാവർക്കും അറിയാലോ ഈ മീനിനെ കുറിച്ച്. അപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് ഇന്ന് ആ മീൻ കിട്ടിയത്. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ എടുത്തോളാം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ മീനൊക്കെ ആദ്യം കഴുകി വൃത്തിയാക്കി അരിഞ്ഞെല്ലാം വെച്ചിട്ടുണ്ട്. അതിനുശേഷം അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഒരു തേങ്ങ പൊട്ടിക്കുന്ന പാടാണ്. കണ്ടല്ലോ, എനിക്ക് തേങ്ങ പൊട്ടിക്കാൻ ഭയങ്കര ഒരു വിഷമമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരുവിധം എങ്ങനെയൊക്കെയോ തേങ്ങ പൊട്ടിച്ചൊക്കെ ഞാൻ എടുത്തു. തേങ്ങ വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് സാധാരണ അപ്പത്തിലൊക്കെയാണ് ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കടുത്ത് തേങ്ങ തിരുവാൻ വലിയ പാടൊന്നുമില്ല. വളരെ പാടുപെട്ടാണെങ്കിലുമൊക്കെ ഒപ്പിച്ച് ഞാൻ എടുക്കാറുണ്ട്. ഓക്കെ, അങ്ങനെ തേങ്ങയൊക്കെ തിരുവി തയ്യാറെടുക്കുകയാണ്. എനിക്കിവിടെ സാധാരണ മാമിയാണ് തേങ്ങയൊക്കെ പൊട്ടിച്ച് തന്നെ. മാമി ഇല്ലാതെ വരുന്ന സമയത്ത് ഞാൻ ഇക്കയാണ് വിളിക്കുന്നത്. തേങ്ങ എനിക്ക് വലിച്ച് പൊട്ടിക്കുക ഒരു 10-15 അടി അടിച്ചാലേ തേങ്ങ പൊട്ടി വരാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ തേങ്ങയെല്ലാം തിരുവി വെച്ചു. ഉള്ളി ചേർത്തു. പിന്നെ അതിനോടൊപ്പം മഞ്ഞൾപ്പൊടി, ഇനി കുറച്ച് മുളക് പൊടി കൂടെ. ഇതിൽ മല്ലിപ്പൊടി നമുക്ക് വേണ്ട, മല്ലിപ്പൊടി ചേർക്കാറില്ല. ഇത് മാത്രമല്ല, നമ്മൾ നൊത്തോലിക്ക് എടുക്കുമ്പോഴും ഈ കൂട്ടി ഇങ്ങനെയാണ് എടുക്കുന്നത്. മല്ലിപ്പൊടി എടുക്കാറില്ല. മഞ്ഞൾപ്പൊടി, മുളക്, ഉള്ളി, ഇത്രയും മാത്രം മതി. ആവശ്യത്തിന് പുളിയും കൂടെ ചേർത്ത് മിക്സിയുടെ ജാറിലോട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഒരുപാട് അരഞ്ഞ് വരരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറുതായിട്ടൊന്ന് അരഞ്ഞാൽ മതി, എന്നാൽ അരയാതെയും ഇരിക്കരുത്. ആ ലെവൽ വേണം അരയ്ക്കാൻ. പിന്നെ ഇതിൽ ചേർക്കുന്നത് സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇപ്പോൾ ഇതിൽ ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടില്ല. വെളുത്തുള്ളി നമുക്ക് ലാസ്റ്റ് ഇടാം. അപ്പോൾ കാരമീൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നതിലോട്ട് ഈ അരിഞ്ഞ് വെച്ചതെല്ലാം ചേർത്ത് നമ്മുടെ കറിക്കൂട്ടിന് അരച്ചെടുത്തതും കൂടെ ചേർക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് മിക്സിയുടെ ജാറ് തന്നെ കഴുകി കുറച്ച് വെള്ളം മതി. കാരണം വറ്റിച്ച് വെക്കുന്നതാണ്, ഒരുപാട് വെള്ളം വേണ്ട. വറ്റി വരുന്നതാണ് നല്ല ടേസ്റ്റായിട്ടിരിക്കുന്നത്, നല്ല രുചിയായിരിക്കും വറ്റിച്ചെടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് ഇളക്കിയാൽ മതി. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ഈ ഇളക്കുന്നത് പോലെ ഇനി പിന്നെ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇളക്കാൻ നിൽക്കരുത്. കാരണം മീൻ പൊടിഞ്ഞു പോകും. കാരലിന് അങ്ങനെ ഭയങ്കരമായിട്ട് വേവാനും പാടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ചട്ടിയോടെ എടുത്ത് മാത്രമേ നമ്മൾ കറക്കിയാണ് എടുക്കുന്നത്, അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഏകദേശം ഉപ്പെല്ലാം കലങ്ങി എല്ലാം റെഡിയായിട്ടുണ്ട്. നമുക്കിനി ഇതിനെ അടുപ്പിലോട്ട് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഏകദേശം തിളയൊക്കെ ആവുന്നതേ ഉള്ളൂ. നമുക്കിതിനെ മൂടി വയ്ക്കാം. ഇനി കടുക് വറുക്കാം. മീനിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് സാധാരണ കടുക് വറുക്കുന്ന പോലെ ഒഴിച്ച് എല്ലാം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തിള വന്നതിന് ശേഷം ഒഴിക്കാം. ഇനി ഇതിൽ ഞാൻ 2 സാധനങ്ങളും കൂടെ ചേർക്കേണ്ടതായിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, വെളുത്തുള്ളിയും ഉലുവയും, പച്ച ഉലുവയുമാണ്. അപ്പോൾ ഏകദേശം ഇവിടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിളച്ച് വരുന്ന സമയത്ത് ഈ വെളുത്തുള്ളിയും ഉലുവയും ചേർക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റും മണവും ഒക്കെയാണ്. നല്ലപോലെ വെളുത്തുള്ളി ആ തിളയിൽ കിടന്ന് വെന്ത് നല്ലൊരു രുചിയായിരിക്കും. അപ്പോൾ ഇതിട്ടു. ഇനി നമുക്ക് കടു വറുത്തതിനെ കൂടെ ചേർക്കാം. ഓക്കെ, നമുക്ക് കടു വറുത്തത് ഒഴിച്ചു. ഇനി ഉലുവയും കൂടെ, പച്ച ഉലുവയും കൂടെ ചേർക്കാം. ഈ പച്ച ഉലുവ വല്ലാത്ത ഒരു മണമാണ്. ഇതിങ്ങനെ ചേർത്തെന്ന് പറഞ്ഞാൽ നമുക്ക് കശർക്കത്തൊന്നുമില്ല, നല്ല ഒരു മണവും ഒക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കൂ, എല്ലാം നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഒന്നും മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആ കമൻസൊക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള ആ ഒരു വിജയം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഏകദേശം മീൻ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പിന്നീട് കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.